ഇന്നലെ ആർ സി ബിക്കെതിരെ ഡൽഹി 47 റണ്ണിൽ 7 വിക്കറ്റ് എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ കെയിൽ ജമേസൺ, ന്യൂസിലൻഡിൻ്റെ പേസ് ബോളറാണ്, പുള്ളി വന്നിട്ടൊരു സിക്സ് അടിക്കുന്നുണ്ട്. ആ സിക്സ് വന്ന് ശരിക്ക് പതിക്കുന്നത് ആർ സി ബിക്കാരൻ നെഞ്ചത്താണ്. എന്തുകൊണ്ടാണ്? ആർ സി ബി ഇത്ര മനോഹരമായിട്ട് ഒരു കളി അടുത്തൊന്നും കളിച്ചിട്ടില്ല. അത്ര ഡോമിനേറ്റ് ചെയ്തിട്ടാണ് ഇന്നലത്തെ കളി അവർ കളിച്ചത്. പക്ഷേ ആ ഒരു സിക്സ് അവർക്ക് വിഷമിക്കാനുള്ള കാരണം, അവർ ആരാധകർക്ക് അത്രയും ഫീൽ ആവാൻ കാരണം, അവരിപ്പോഴും നാളം കെട്ടു റെക്കോർഡ് കൊണ്ട് നടക്കുന്നുണ്ട്. 49 റൺസിന് ഓൾ ഔട്ടായി ഏറ്റവും ലോ സ്കോറിന് പുറത്തായ IPL ടീം എന്ന റെക്കോർഡ് കൊൽക്കത്തയ്ക്കെതിരെ ആർ സി ബി മുമ്പ് നേരിട്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ലോ സ്കോർ. അപ്പോൾ 9 റണ്ണിന് 6 വിക്കറ്റൊക്കെ പോയി ഡൽഹി തകർന്നിരിക്കുന്ന സമയത്ത് ആർ സി ബി ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവർക്കൊരു അവസരം വന്നിരിക്കുന്നു. അതും അവർ തന്നെ ബോൾ ചെയ്ത് വേറൊരു ടീമിനെ അതിന് മുമ്പ് ഓൾ ഔട്ടാക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു ഫീല് വേറെ ഫാൻസിന് മുന്നിൽ അവർക്ക് പറയാം. പക്ഷേ കെ ജമേസിൻ്റെ ആ ഒരു സിക്സോട് കൂടി അവർക്കത് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഡോമിനേറ്റ് ചെയ്ത് എന്താ പറയുക, ആർ സി ബി ജയിച്ചു എന്നിടത്താണ് കാര്യം. മറ്റ് ടീംസിൻ്റെ ഫാൻസ് എല്ലാം പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് 49 കടത്തി കിട്ടാനാണ് ഡൽഹി. മില്ലറൊക്കെ പോയപ്പോൾ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ച് കാണും. ബാക്കി 9 ടീംസിൻ്റെ ഫാൻസ്, കാരണം അവർക്ക് ആർ സി ബിയോടുള്ള ശത്രുത അത്രയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ തോന്നിയത് ആർ സി ബി ആ 49 റൺസിന് മുമ്പ് തന്നെ ഡൽഹിനെ ഓൾ ഔട്ട് ആക്കണമെന്നായിരുന്നു. കാരണം അത്ര ഡോമിനേറ്റ് ചെയ്ത കളിയായിരുന്നു ഇന്നലെ. അവർക്കതിന് പറ്റിയില്ല, പറ്റാതെ പോയതിൽ ദുഃഖമുണ്ട്. പക്ഷെ എന്നാലും അവർ സിമ്പിളായിട്ട് ആ കളി ജയിച്ചു. തിരിച്ച് അടിക്കുമ്പോൾ ഡൽഹി ബാറ്റ് ചെയ്ത അതേ പിച്ച് തന്നെയാണ് നമുക്ക് തോന്നുന്നില്ല. അമ്മാതിരടിയാണ് അടിച്ചത്. പടിക്കലൊക്കെ വന്നൊരു ക്യാമിയോ ഉണ്ടായിരുന്നു. കോഹ്ലിയും ബദലും ഒക്കെ കൂടി 3 പേരുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ബാംഗ്ലൂരിന് ആ റൺസ് മറികടക്കാൻ. അത് 6.3 ഓവറിൽ അവർ മറികടന്നു. പക്ഷെ എന്നാലും ആ 49 റൺസ് റെക്കോർഡ് ഇന്നും ആർ സി ബിയുടെ പേരിൽ തന്നെ നിൽക്കുകയാണ്. മറ്റ് ടീമുകൾക്ക് സന്തോഷമായെങ്കിലും ആർ സി ബി ഫാൻസിന് ഇതൊരു ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ പറ്റുമോ, ആ കുറച്ച് കൊല്ലങ്ങളായി, ഇപ്പോൾ അവസാനം ഒരു 3-4 സീസണായി ആർ സി ബി നടത്തുന്നൊരു കുതിപ്പ് മുൻപത്തെ പല വമ്പന്മാരെയും വീഴ്ത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആർ സി ബിയുടെ ഈ കുതിപ്പ് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ആർ സി ബിയിൽ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് ഇപ്പോൾ സ്റ്റേബിളായ 2 ടീമാണ് ഈ സീസണിലുള്ളൂ. ഒന്ന് പഞ്ചാബും മറ്റൊന്ന് ആർ സി ബിയാണ്. ഇതുപോലെ ഡോമിനേറ്റ് ചെയ്ത് ഓരോ കളി ജയിക്കുകയാണെങ്കിൽ ഈ സീസണിലെ കപ്പ് എന്താ പറയുക, പഞ്ചാബ് ആർ സി ബി തമ്മിലുള്ളൊരു വാശിയേറിയ പോരാട്ടത്തേക്ക് പോകുമെന്ന് വരെയാണ് എനിക്ക് തോന്നുന്നത്.